ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഏറെ അനുഗ്രഹദായകവും ഗുണമുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്, സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 15 ഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടി, സ്വാതന്ത്ര്യം നേടി. ഈ ലോകത്ത് എല്ലാ സൃഷ്ടി ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം അത് അമൃത് പോലെയാണ്. എന്നാൽ പാരതന്ത്ര്യം, അതായത് അടിമത്തം എന്ന് പറഞ്ഞാൽ മരണത്തിനേക്കാൾ എല്ലാവരും വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കവി ഇങ്ങനെയും പാടിയിട്ടുണ്ട്: ബന്ധുര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ബന്ധുര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഇതാ ഒരു പക്ഷിയെ ഇടുന്നത് സ്വർണത്തിൻ്റെ കൂട്ടിലാണെങ്കിൽ പോലും ആ സ്വർണത്തിൻ്റെ കൂട്ടിലാണെങ്കിലും സ്വാതന്ത്ര്യമില്ലായ്മ അടിമത്തം തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനേക്കാൾ ഭയാനകമാണ് എന്ത്? പാപത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത്. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എന്താണ്? യോഹന്നാൻ 14:6 യേശുക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ: ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ സത്യം ആരാണ്? യേശുവാണ്. അപ്പോൾ യേശുവിനെ അറിയാതെ സുസ്ഥിരമായ സ്വാതന്ത്ര്യമില്ല, സുസ്ഥിരമായ ശാന്തിയില്ല, സുസ്ഥിരമായ സമാധാനമില്ല. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ഒരു സ്ഥിരമായ മോചനം. സൈക് സോമ ന്യൂമ, ശരീരം, മനസ്സ്, ആത്മാവ്. ലൂക്കാ 4:18 പറയുന്നുണ്ട്: ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അന്ധർക്ക് കാഴ്ച, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയാം: അന്ധന്മാർ കാണുന്നു. അതൊരു സ്വാതന്ത്ര്യമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണില്ലാത്ത അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർ മാത്രമല്ല, ഈ ലോകത്തിൽ പാപത്തിൽ, അശുദ്ധിയിൽ, ബന്ധനത്തിൽ, തകർച്ചയിൽ കഴിയുന്നവർ ആ അടിമത്തിൽ നിന്ന് മോചനം നേടുന്നു. അതൊരു വെളിച്ചമാണ്. അപ്പോൾ കണ്ണുണ്ടായിട്ടും അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരുടെ കാര്യം മാത്രമല്ല, എല്ലാം ഉണ്ടായിട്ടും സഹോദരനെ തിരിച്ചറിയാത്തവർ, ദൈവ സ്നേഹത്താൽ നിറയപ്പെടാതെ ജീവിതം നയിക്കുന്നവർ, അവരെല്ലാം ഒരുതരം അന്ധതയിലാണ്. ചെയ്യേണ്ട നന്മ എന്താണെന്ന് കാണാത്തവർ. ഇപ്പം മാർ തെരേസയുടെ കണ്ണുകൾ ഇതാ അപരനിൽ യേശുവിനെ കണ്ടു. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം കൊടുത്ത, കുഷ്ഠരോഗികളിൽ യേശുവിനെ കണ്ടു. അതുകൊണ്ട് വിശുദ്ധ പദവിയിലേക്ക്, വിശുദ്ധരുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇത് തന്നെയാണ് ഇതാ നമ്മുടെ കണ്ണുകൾ വേദനിക്കുന്നവരിൽ ദൈവത്തെ കാണുവാൻ. നീ പിടിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാവൂൾ കേട്ട ദൈവസ്വരം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുമ്പോൾ, കാണേണ്ട സത്യം കാണാതിരിക്കുമ്പോൾ, പറയേണ്ട സത്യം പറയാതിരിക്കുമ്പോൾ, കേൾക്കേണ്ട വചനം നന്മ കേൾക്കാതിരിക്കുമ്പോൾ, ചെവി കൊട്ടിയടക്കുമ്പോൾ എന്തു തന്നെയാണ്? നമ്മൾ പാരതന്ത്ര്യത്തിലാണ്, അടിമത്തത്തിലാണ്. അപ്പോൾ ഈ അടിമത്തത്തിൻ്റെ മുഖം തകർക്കപ്പെടുന്നത് യേശുവിലൂടെയാണ്. കാരണം യേശു പറഞ്ഞു: ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന്. വീണ്ടും വചനം നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ 26 മുതൽ 28 വചനങ്ങൾ: ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. എന്ത് വെക്കുന്നു? തീയും വെള്ളവും വെക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. അതാണ് സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. വചനം പാലിച്ച് ജീവിക്കുക, അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം ഇല്ല. പക്ഷേ വചനത്തെ പ്രതി, യേശുവിനെ പ്രതി, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇല്ലാ കാരണങ്ങൾ, കള്ളക്കഥകൾ ഉണ്ടാക്കി അവിടെ കാരാഗൃഹത്തിൽ 9 ദിവസം കിടക്കേണ്ടി വന്നു. അപ്പോൾ അത് ഒരടിമത്തമാണ്. ഈ ലോക ജീവിതപ്രകാരം അത് ഒരടിമത്തമാണ്. എന്നാൽ അവർ യേശു നൽകുന്ന വലിയ സ്വാതന്ത്ര്യം അവരുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചു. കാരണം യേശുവിനെ പ്രതിയാണ് അത് അവരനുഭവിച്ചത്. അതുകൊണ്ട് അവർ ദൈവവിശ്വാസം ഉപേക്ഷിക്കുകയോ കന്യാസ്ത്രീയുടെ ഉടുപ്പ് ഉപേക്ഷിക്കുകയോ സഭയെ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തിരുന്നെങ്കിൽ അതൊരു വലിയ അടിമത്തമായിരുന്നേനെ. അപ്പോൾ ഇതാ തങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഒരടിമത്തം ഇല്ലാത്ത കാര്യങ്ങളെ പ്രതി
നുണക്കഥകൾ കള്ളപ്രചാരണങ്ങളുടെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടും ഇതാ യേശു നൽകുന്ന ആ സ്വാതന്ത്ര്യം, സത്യം ലോകത്തിൻ്റെ മുമ്പിൽ അവർ മോചിതരായി എന്ന് മാത്രമല്ല, ആ സത്യത്തിൽ തന്നെ തങ്ങളുടെ ദൗത്യവും വിശ്വാസവും അവർ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവർ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ്. ആ സ്വാതന്ത്ര്യം അവരിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാനായിട്ട് അവരുടെ കൈകൾക്കോ കാലുകൾക്കോ ചങ്ങലയിടാനോ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവന്നിടാനോ സാധിക്കും. അതുപോലെ തന്നെ ഫാദർ ടോം ഉഴുന്നാൽ ഒമാനിൽ 555 ദിവസം ബന്ദിയായി, കൂടെയുള്ളവരെ വധിച്ച് അദ്ദേഹത്തെ ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ദൈവകൃപയാൽ മോചിതരായി. അപ്പോഴും ദൈവം നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യം അന്നും ഇന്നും ആ ബഹുമാനപ്പെട്ട വൈദികൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ഇന്ന് അനേകർക്ക് ഒരു മാതൃകയാണ്, വെളിച്ചമാണ്. അപ്പോൾ യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. അതാണ് അടിമത്തം എന്ന് പറയുന്നത്. ദൈവമല്ലാത്ത എന്തിൻ്റെങ്കിലും പുറകെ നമ്മുടെ ശരീരമോ മനസ്സോ, വ്യക്തികളാകാം, വസ്തുവകളാകാം, പണമാകാം, വിഗ്രഹങ്ങളാകാം, ദ്രവ്യാസക്തികളാകാം, അന്ധവിശ്വാസങ്ങളാകാം, അവയെല്ലാം നമ്മളെ പാരതന്ത്ര്യത്തിലേക്ക്, അടിമത്തത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കണം. ചിലർ പറയും വീടിന് കുഴപ്പം, സ്ഥലത്തിന് കുഴപ്പം, പറമ്പിന് കുഴപ്പം, കന്നിമൂലക്ക് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും ബൈബിളിൽ പറയുന്ന കാര്യമല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, പോകരുത്, വിശ്വസിക്കരുതെന്നാണ് ആരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ്. അവസാനം മുഴുക്കിറുക്കിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടാറുണ്ട്. ഒന്നിൽ കണ്ണുറക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയാം, കണ്ണുറന്ന് നോക്കുന്ന വായുവിൽ പോലും അവർക്ക് കണ്ണുറന്ന് നോക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചുറ്റും ഭൂതവും പ്രേതവും ചെകുത്താനെന്നും പറഞ്ഞ് അന്ധവിശ്വാസങ്ങളിൽ മന്ത്രം ശുദ്രം എന്നും പറഞ്ഞിട്ട് ദൈവത്തെക്കാളധികം അതൊരു തരം അടിമത്തമാണ്, അങ്ങനെ വിശ്വസിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ശുദ്ധമായ കലർപ്പില്ലാത്ത ഒരു വിശ്വാസം. നമുക്കറിയാം, എത്ര നല്ല പാൽപ്പായസമായാലും ഒരു തുള്ളി മണ്ണെണ്ണ അതിൽ ഇട്ടാൽ അത് പോയി, വായിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ആ രുചി പോയി, ആ ഫ്ലേവർ പോയി, അത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് ഒരു കലർപ്പില്ലാത്ത വ്യക്തിജീവിതത്തിലേക്കും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വരാൻ നാം പറയുന്ന റോമ 10:9 പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പറയണം. വായ കൊണ്ട് ഒന്ന് പറയും, ജീവിതം കൊണ്ട് വേറെ ഒന്ന്. ഭൗതിക അല്ലെങ്കിൽ ആചാര ക്രിസ്ത്യാനിയായിട്ട് അതല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. അധരം കൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. പലരും രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം ഇതാ, വചനം എഴുതുന്നു, പറയുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഹൃദയം മറ്റു പലതിലും ഉടക്കിക്കിടക്കുകയാണ്. വായ കൊണ്ട് മാത്രമുള്ള അധര വ്യായാമമായിട്ടാണോ നമ്മുടെ വിശ്വാസം തരം താണു പോകുന്നത്? ഒരു ഭക്തി അനുഷ്ഠാനം, ആചാരം പോലെ ജീവിക്കുന്ന അവസ്ഥയാണോ? അതിന് വില കൊടുക്കണം. യഥാർത്ഥമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ പിടിച്ച് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരും. യോഹന്നാൻ 8:32 പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. സത്യം എന്ന് പറഞ്ഞാൽ അതാരാണ്? യേശുവാണ്. വേറെ ആരും നമ്മളെ ഈ ലോകത്തിൽ സ്വതന്ത്രരാക്കത്തില്ല, ആർക്കും അത് നൽകപ്പെട്ടിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാനും നിങ്ങൾ കടന്നു വരണം. യോഹന്നാൻ 8:36 പറയുന്നു, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. നമ്മുടെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ആരുമല്ല. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞ വാക്ക് കേട്ട്, ഭാര്യ പറഞ്ഞ വാക്ക് കേട്ട്, ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞത് കേട്ട്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞത് കേട്ട് അവന് ഇനി ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നീ അനുഭവിക്കും, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം പോക്കാണ്, നശിച്ചു പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിച്ചുകൊണ്ടിരിക്കാനല്ല. കാരണം ദൈവവചനത്തിൽ വിശ്വസിക്കുക, നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും പ്രതികൂലമാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജോസഫിൻ ബക്കീതയുടെ ചരിത്രം. ബക്കീത്ത ഒരു കത്തോലിക്ക കന്യാസ്ത്രീ ആയിത്തീർന്ന് പിന്നെ വിശുദ്ധിയിലേക്കൊക്കെ കടന്നു വന്ന ഒരടിമ പെൺകുട്ടിയായിരുന്നു. പക്ഷേ അടിമക്കച്ചവടത്തിൽ അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ അടിമയായിട്ട് വന്നപ്പോൾ യജമാനൻ
പ്രാർത്ഥിക്കുന്നത്. ശരീരം മുഴുവൻ 150ഓളം വടുക്കളും മുറിവുകളുണ്ട്. നല്ല അടി കിട്ടും, ഭക്ഷണം കിട്ടത്തില്ല, ഉറങ്ങാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ വിറ്റ് അവസാനം അടിമ കച്ചവടമുള്ള ഒരു കാലഘട്ടത്താണ് നടന്ന സംഭവമാണ്. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വരുമ്പോൾ ബൈബിൾ വായിക്കുന്നത് കേട്ടു. അപ്പോൾ യജമാനന്മാരുടെ യജമാനായ ഒരു ദൈവമുണ്ടെന്നുള്ള ആ ബൈബിളിൽ വായിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ യജമാനന്മാരുടെ യജമാന ഒരു ദൈവമുണ്ട്. അപ്പോൾ യജമാനൻ എന്തെല്ലാം കാണിച്ചാലും പാതിന് ഭക്ഷണം തരുന്നില്ല, പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നെങ്കിലും യജമാനന്മാരുടെ യജമാനനായ ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യമാണ് ആ മകളെ മാനസാന്തരത്തിലേക്കും വെറുപ്പൊക്കെ മാറി വിശ്വാസത്തിലേക്ക് അക്ഷരജ്ഞാനം നേടി വിദ്യാഭ്യാസം നേടി അങ്ങനെ ഒരു കത്തോലിക്ക കന്യാസ്ത്രീയായി പിന്നീട് ഒരു വിശുദ്ധയായി തീർന്നു. അമ്പുകളേറ്റ് വിടഞ്ഞ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനാണ്. ചാലിക്കവട്ട ശാന്തിനഗർ സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകാംഗമാണ് ഞാൻ. അപ്പോൾ അമ്പുകളേറ്റ് വിടഞ്ഞ വിശുദ്ധ സെബസ്ത്യാനോസ്, അർത്തുങ്കൽ വെളുത്തച്ചെന്നൊക്കെ നമ്മൾ വിളിക്കും, കാഞ്ഞൂർ പുണ്യാളച്ച എന്ന് പറയും സെബസ്ത്യാനോസ്. ഞാനവിടെയൊക്കെ തിരുനാൾ അവസരങ്ങളിലെങ്കിലും സാധിക്കുന്നത് പോലെ ദൈവം അനുവദിക്കുന്നത് പോലെയൊക്കെ പോയിട്ടുണ്ട്. പ്രൈസലോ. ആർത്തുങ്ക പള്ളിയിൽ ഒരു തവണ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ ജോസഫ് താമരവള്ളി അച്ഛൻ്റെ ടീമിൽ അച്ഛൻ്റെ കൂടെ അവിടെ വന്ന് ധ്യാനിപ്പിച്ചപ്പോൾ ധ്യാന പ്രസംഗം ശുശ്രൂഷ ചെയ്യാനും ആരാധന നയിക്കാനുള്ള അവസരവും ദൈവം പരിശുദ്ധാത്മാവിലൂടെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതങ്ങനെ ഒരു റെയറായിട്ടൊരു ചാൻസ് ദൈവം ഒരുക്കി തന്നതാണ്. അപ്പോൾ വചനം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തും, നയിക്കും. ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ ഈ അന്തോനീസിൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ എന്താ കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ഉണ്ണീശോനെയാണ് കാണുന്നത്. ഒരു വിശ്വാസി ഒരിക്കൽ താക്കോൽപ്പഴുതിലൂടെ അകത്തുള്ള ഈ പുണ്യാളച്ചൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ആ ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ കാണുന്നത് ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ഉണ്ണീശോയായിട്ട് നിൽക്കുന്ന ചിത്രം. ഇത് എവിടെ നിന്ന് ഉണ്ടായെന്ന് ആൾക്കാർ ചോദിക്കും. അന്ന് കണ്ട ആ കാഴ്ച, ആ ഏറ്റുപറച്ചിലാണ് ഇന്ന് നമ്മൾ ആ രൂപത്തിൽ ഇങ്ങനെ വിശുദ്ധ അന്തോനീസിനെ കാണുന്നതും അന്തോനിയാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത്. അന്തോനിയാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്? അന്തോനിയാൻ പറയുന്നത് നിങ്ങളും എന്നെ പോലെ ആകും. നിങ്ങൾ ഈ ബൈബിൾ സ്വീകരിക്കുക, ഈ വചനം സ്വീകരിക്കുക, വചനം വായിക്കുക, വചനത്തിൽ ജീവിക്കുക, നിങ്ങൾ ഈ യേശുവിനെ സ്വീകരിക്കുക. ഇതാണ് നമ്മളോട് പറയുന്നത്. ഇത് നമ്മൾ വല്ലതും കേൾക്കണ്ട. നമ്മൾ തിരികത്തിക്കുക, മാലയിടുക, ചന്ദനത്തിരി കത്തിക്കുക, ഇങ്ങനെയൊക്കെ പറയും. പ്രൈസിലല്ലോ. ആ ബഹുമാനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ വിസ കിട്ടണം, ജോലി കിട്ടണം, കല്യാണം നടക്കണം, അത് നല്ല കാര്യം. അത്ഭുത പ്രവർത്തനമായ വിശുദ്ധ അന്തോനീസും തിരുസഭ നമുക്ക് തരുന്നു. നമ്മൾ എന്തിനാണ് തള്ളിക്കളയുന്നത്? ഓരോ സ്പെഷ്യലിസ്റ്റുകൾ നമുക്കുണ്ട്. ഡോക്ടർമാരുടെ അടുത്ത് നമുക്ക് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പോൾ തിരുസഭ പ്രത്യേക മധ്യസ്ഥനായ അത്ഭുത പ്രവർത്തന വിശുദ്ധ അന്തോനീസിനെ നമ്മളത് തള്ളിക്കളയണ്ട. പക്ഷേ വിശുദ്ധ അന്തോനീസിനെ പോലെ ഒരു വിശുദ്ധനാകാനുള്ള വിളി എനിക്കും നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിന് വചനം വേണം, അതിന് ഈശോയെ സ്വീകരിക്കണം. അന്ധവിശ്വാസം, അനാചാരം ഇതെല്ലാം മാറ്റണം. വചനത്തിൽ കൂടെ കടന്നു പോകണം. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം. ദൈവകൽപ്പനകൾ പാലിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അല്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോകും. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പുകളേറ്റ് പിടഞ്ഞിട്ടും വിശ്വാസത്തെ പ്രതി യേശുവിനെ പ്രതി അമ്പുകളേറ്റ് പിടയേണ്ടി വന്നിട്ടും മരിച്ചുപോയില്ല. അവിടെ നിന്ന് ദ്രുതഗതിയിൽ ദൈവം രക്ഷപ്പെടുത്തിയെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ഇനി ഞാൻ എൻ്റെ പണിക്ക് പോണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇനി ഞാൻ യേശുവിനെ പറയാനല്ലോ ഒന്നിനുമില്ല, എൻ്റെ കാര്യം നോക്കി ജീവിക്കും. നമ്മളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്താനേ. വീണ്ടും ഐറിൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ സെബസ്ത്യാനോസിനെ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്യുക. ഓരോ ദൈവജ്ഞനും വിശ്വാസിക്കും വേണ്ട ആളുകളെയും വേണ്ട കാര്യങ്ങളെയും നമ്മൾ കാണുന്ന വിധത്തിലും കാണാത്ത വിധത്തിലും ദൈവം പറഞ്ഞു വിടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അന്ധതകളൊക്കെ മാറണം. ദൈവം ഓരോന്നിനും ഇപ്പം ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ കർത്താവ് അപ്പം ഇറക്കി കൊടുക്കുന്നുണ്ട് ഹബബൂക്കിലൂടെ. അപ്പോൾ ദൈവം എങ്ങനെയാണ് ആരിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല. നാമാൻ്റെ കുഷ്ഠം മാറാൻ ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ട് വന്ന പരിചാരക പെൺകുട്ടി നാമാൻ്റെ ഭവനത്തിൽ വേലക്ക് നിൽക്കുമ്പോൾ അവളിലൂടെയാണ് കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വരികയും നാമാൻ്റെ കുഷ്ഠം സൗഖ്യപ്പെടാനുള്ള വഴികൾ ദൈവം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത്. ദൈവം ആരിലൂടെ വേണമെങ്കിലും സംസാരിക്കാം. ചിലപ്പോൾ നമ്മളെക്കാൾ നമ്മളൊരു വിലയും കൽപ്പിക്കാത്ത വേലക്കാരിലൂടെയോ വിദ്യാഭ്യാസം ഇല്ലാത്തവരിലൂടെയോ അടിമയിലൂടെയോ സ്വാതന്ത്ര്യനിലൂടെയോ അയൽവാസിയിലൂടെയോ ശത്രു നീ ഇങ്ങനത്തവനാ നിൻ്റെ കഥ എനിക്കറിയാമെന്ന് പറയും. എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇത്ര ധൈര്യത്തോടെ നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയാൻ ഒരു പ്രവാചകനും ചിലപ്പോൾ തുനിയത്തില്ല. ശത്രുവിലൂടെ ചിലപ്പോൾ ചില സത്യങ്ങൾ വിളിച്ചു പറയും. ഒന്നുകിൽ നമ്മൾ ആ തെറ്റുകൾ മാറ്റാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിരിക്കാം, മാനസാന്തരപ്പെടുകയോ പരിഹാരം ചെയ്തില്ല. അല്ല എങ്കിൽ അവനില്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കണ്ട് നമ്മളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരുടെ തലവെട്ടാൻ നടന്നിട്ടോ അവർ നശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടോ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1 കൊരിന്ത്യർ 7:22-23 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതാണ് എനിക്കിത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനം ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ മരിച്ചുപോയവർക്കോ വസ്തുക്കൾക്കോ സമ്പത്തിനോ ജോലിക്കോ വിസക്കോ കടത്തിനോ ഒന്നും കൊടുക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്. അതൊരു അടിമത്തമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എങ്ങനെ? യേശുവിൻ്റെ രക്തത്താൽ. പ്രൈസലോ. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസലോ. അപ്പോൾ യേശുവിനെ നമുക്കുള്ള ശിക്ഷ, നമുക്കുള്ള ശാപം, നമുക്കുള്ള മുറിവുകൾ, ഇതെല്ലാം ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി യേശു ശിരസാ വഹിച്ചു, ഏറ്റെടുത്തു. ഓരോ അടിയും ഓരോ മുറിവുകളും ഓരോ നിന്നാവമാനങ്ങളും. ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി പോലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ പൊട്ടുന്നു. ഞാൻ ആരാണെന്നറിയാമോ? നീക്കത് അനുഭവിക്കാൻ പോണേ. ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൊണ്ട് കാണും. ഇതാണോ ക്രിസ്തീയത? അല്ല. അപ്പോൾ നമ്മളിലെ ഈഗോയും അഹങ്കാരവും അഹംഭാവവും അങ്ങനെയുള്ള അടിമത്തങ്ങളെല്ലാം കർത്താവ് മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 4:18-19 നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ വരമേൽപ്പിക്കട്ടെ. അതുകൊണ്ട് രക്തസാക്ഷിത്വമോ പീഡനങ്ങളോ മതമർദ്ദനങ്ങളോ രോഗങ്ങളോ ദുഃഖദുരിതങ്ങളോ എന്തും വരട്ടെ, വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ അവർ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്, വഴികാട്ടികളാണ്. ചിലരെ തോലുരിഞ്ഞു, ചിലരെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു, ചിലരെ കുരിശിൽ തറച്ചു കൊന്നു, സിംഹങ്ങളുടെ നടുവിലെറിഞ്ഞു, അങ്ങനെ തിളച്ച എണ്ണയിലിട്ടു. പക്ഷെ അവരാരും വിശ്വാസം ഉപേക്ഷിക്കുകയോ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. യേശുവിനെ പ്രതി മരണം വരെ കൊലക്കൊണ്ടുവരുന്ന കുഞ്ഞാടുകളെ പോലെ അവർ പൂർണ്ണമായിട്ട് സമർപ്പണം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെയും ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അത് നമ്മളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു പുണ്യാളിനെ വധിക്കാൻ വേണ്ടി കൊലക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ വാളുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിയുള്ള ആളാണ്. തമാശ പറഞ്ഞുകൊണ്ട് മരിക്കാൻ പോയ വിസ്തരക്കുണ്ട്. ഈ താടി പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ കഴുത്താണ്, അത് കഴുത്താണ് വേണ്ടതെങ്കിൽ അതെടുത്തോളുക, ഈ താടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഇതൊന്ന് പിടിച്ചു മാറ്റിക്കോട്ടെ എന്നും പറഞ്ഞ് മാറ്റിക്കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനത്തെ വിശുദ്ധർ വരെ നമുക്കുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യം, മരണനേരത്തിൽ പോലും ആ സ്വാതന്ത്ര്യം. കുരിശിൽ കിടന്ന രക്ഷകൻ യേശു എന്താണ്? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. നമ്മളാണെങ്കിൽ എന്ത് പറയും? സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധവും ഇറങ്ങിയവരെല്ലാം നശിപ്പിച്ച് കളയട്ടെ. അപ്പോൾ ആത്മാവിലുള്ള ആ സ്വാതന്ത്ര്യം യേശുവിലൂടെ ലോകത്തിന് വെളിപ്പെടുകയാണ്. ഇത് കണ്ട ശതാധിപൻ്റെ ഏറ്റുപറച്ചിൽ, ആ വൃത്തിൻ്റെ സാക്ഷി, ആ ഏറ്റുപറച്ചിൽ എന്താണ്? യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ദൈവപുത്രനാണ്. ഇതെല്ലാം കണ്ടു നിന്ന ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവമാണ് എന്ന് ആ ഏറ്റുപറച്ചിൽ. കുരിശിൽ കിടക്കുമ്പോഴും ആ ആത്മീയ സ്വാതന്ത്ര്യം, ഇതാ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ ആ ആത്മീയ അഭിഷേകത്തിൽ നിറഞ്ഞു തുളുമ്പാൻ യേശുവിന് സാധിച്ചു. അത് കണ്ടുകൊണ്ടാണ് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ദൈവമാണ് എന്ന്. എല്ലാ സഹനങ്ങളുടെ മുമ്പിലും ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ആ മുഖപ്രകാശം, ആ ശാന്തത, ആ അനുഗ്രഹം ആ തിരുമുഖത്ത്, ആ ആദരങ്ങളിൽ അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാ ദൈവം നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ഇതാ പ്രഭു കുടുംബത്തിൻ്റെ പാരമ്പര്യവും സമ്പത്തും വ്യാപാരങ്ങളെല്ലാം നിലനിർത്തുമെന്നുള്ള ആപ്പൻ്റെ കണക്കൂട്ടൽ, എന്നാൽ ദൈവം വിളിച്ച വഴിയിലേക്ക് എല്ലാം ഉച്ഛിഷ്ടമായി കരുതി ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് വെച്ച് നീട്ടപ്പെട്ട സമ്പത്തും പദവിയും പ്രഭുത്വവും വരുമാനങ്ങളും ബിസിനസ്സും എല്ലാം ഇന്ന് ഇതിനുവേണ്ടി അനേകരെ എല്ലാ ആത്മീയത ഉപേക്ഷിച്ച് മരിക്കുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ പോലെ സ്വന്തം അപ്പൻ ശപിച്ചിട്ടും സ്ഥലത്തെ മെത്രൻ്റെ ഉടുപ്പ് കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഇനി മുതൽ എനിക്ക് ദൈവത്തെ പിതാവേ എന്ന് സ്വാതന്ത്ര്യത്തോടെ വിളിക്കാമെന്ന്.
അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെ: കർത്താവേ, എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് ക്ഷമയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, സ്നേഹിക്കുമ്പോഴാണ് സ്നേഹിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. അതുകൊണ്ട് മരണത്തിൽ കവിഞ്ഞ് ഒന്നും നമ്മളെ ചെയ്യാൻ കഴിയില്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ ഞെട്ടിത്തെറിച്ച് നിന്നിട്ടോ ഭയപ്പെട്ടിട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ പ്രതികാരം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല. മരിക്കുന്നതിന് മുൻപും മരിച്ചതിന് ശേഷവും നമ്മുടെ ആത്മാക്കളെ നാശത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് നീക്കിക്കളയാൻ, തള്ളിക്കളയാൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യത്തോടെ, ക്രിസ്ത്യമായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് വ്യാപരിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പൂർണ്ണ സമർപ്പണം ഒരിക്കലും പിൻവലിക്കാതെ നിന്ന, സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ട സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ, മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും ഇതാരോടും പിറുപിറുക്കാതെ, ആരോടും കുറ്റപ്പെടുത്താതെ, ദൈവം ഉയർത്തിയ, ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്താൽ വിളിക്കപ്പെട്ട പരിസയ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിലും അമ്മയുടെ മാധ്യസ്ഥത്തിലും അമ്മ അനുഭവിച്ചറിഞ്ഞ സ്വാതന്ത്ര്യത്തിലും സഹനങ്ങളിൽ അടിപതറാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തിളക്കം, ചൈതന്യം, സന്തോഷം ഞങ്ങൾക്ക് തരണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നമുക്ക് എന്തും ചെയ്യാൻ, എന്തും പറയാൻ, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ, അതല്ല സ്വാതന്ത്ര്യം. ചെയ്യേണ്ട നന്മ എന്താണെന്നറിയാനും ചെയ്യാതിരിക്കേണ്ടത് എന്താണെന്നറിയുമ്പോൾ അത് ചെയ്യാതിരിക്കാനുമുള്ള ഒരു വിളി, അതാണ് സ്വാതന്ത്ര്യം. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്തു ജീവിക്കാനും, ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നറിഞ്ഞിട്ടും അതിൽ വീണു പോകാതെയും നശിച്ചു പോകാതെയും തലമറന്ന് എണ്ണ തേക്കാതെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കുമ്പോൾ യഥാർത്ഥമായ ക്രിസ്ത്യ സ്വാതന്ത്ര്യത്തിലാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതെ ഒരു ചുരുങ്ങിയ ജീവിതമുള്ളൂ. ആ ജീവിതം ആത്മീയ സ്വാതന്ത്ര്യത്തിൽ, ആത്മീയത ഉണ്ടാകുമ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്, ആത്മീയതയില്ലെങ്കിൽ പോയി കഥ. അതുകൊണ്ട് ആ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൻ ശപിച്ചവനെ സ്വർഗമുയർത്തി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടന പോലും സമാധാനത്തിൻ്റെ അംബാസഡർ എന്ന് വിളിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി. കാരണം എന്താണ്? ദൈവം നൽകിയ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം വിശുദ്ധൻ തിരിച്ചറിഞ്ഞ് അറിയുകയും ഏറ്റെടുക്കുകയും പ്രഖ്യാപിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥ കുരിശിൻ്റെ രാജകീയ പാത. ആ പാതയിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും രക്ഷകൻ്റെ രാജകീയ വീതിയിലൂടെ, ആ കുരിശിൻ്റെ പാതയിലൂടെ സധൈര്യം നമുക്ക് മുന്നേറാം. ദൈവം നൽകുന്ന ആ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഇല്ലായ്മകളെ ഓർത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ, കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, വിരലിലെണ്ണാവുന്ന കുറവുകളും പോരായ്മകളോ, പക്ഷേ അത് പ്രൊജക്റ്റ് ചെയ്ത് മുഴുപ്പിച്ച് നിർത്തിയിട്ട് ദൈവത്തെയും ചോദ്യം ചെയ്യും, എല്ലാവരോടും മെക്കിട്ട് കയറും, ചാടിക്കടിക്കും. ഇപ്പം ജീവിതത്തിൻ്റെ അവസാന കാലവും പ്രായമൊക്കെ ആകുമ്പോൾ ഒരു കോംപ്രമൈസും ഇല്ലാത്ത പോലെ വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി. കാരണം എന്താ? ചെയ്യേണ്ട നന്മ ഞാൻ തുറന്നു പറയും, ചെയ്യേണ്ട നന്മകൾ ചെയ്ത് തീർത്തിട്ടില്ല, അല്ലെങ്കിൽ ജീവിക്കേണ്ട സമയത്ത് ജീവിക്കേണ്ട പോലെ ജീവിച്ചിട്ടില്ല. ഇപ്പം തിരക്ക്, വ്യഗ്രതയാണ്, പോകേണ്ടി വരുമോ, അവിടെ നിന്നെല്ലാം വിട്ട് പോകേണ്ടി വരുമോ, പോകുന്നതിന് മുമ്പ് ഒരു ജീവിച്ച് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജീവിക്കേണ്ട പോലെ ജീവിച്ചു പോകാൻ പറ്റാത്ത എൻ്റെ കുറ്റബോധങ്ങൾ, പറ്റിപ്പോയല്ലോ, ഇനി പറ്റുമോ എന്നുള്ള ചിന്തകൾ. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്, സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഇതാ രക്ഷകൻ്റെ രാജകീയ വീതിയിലൂടെ ദൈവമേ എന്ന് വിളിച്ച് കുരിശിൽ കിടന്ന നല്ല കള്ളൻ പറുദീസയിലായിരിക്കുമ്പോൾ അങ്ങ് എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവനെ കൂടെ ആ പറുദീസ അനുഭവത്തിലേക്ക് ചേർത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. സമയം ഒരിക്കലും പോയിട്ടില്ല. മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പരാജയങ്ങളിൽ തളർന്നു പോകരുത്, കണ്ണീരിൽ കുതിർന്ന് ജീവിതം അവസാനിപ്പിച്ച് കളയാൻ തീരുമാനിക്കരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ഒരു പരിവർത്തനത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, ആത്മീയതയുടെ, പ്രാർത്ഥനയുടെ ജീവിതം
ശക്തി നിറഞ്ഞ ജീവിതം മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.